ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ആക്കിന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോലെ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് നിസ്കരിച്ചിട്ട് കുറച്ച് നേരം എക്സസൈസ് ആക്കി. എന്നിട്ട് മോനെ മദ്രസക്ക് അയച്ച പിന്നെ മുറ്റടിച്ച് പാരി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിക്ക് 3 കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുത്ത് ഗോതമ്പ് നല്ലോണം കയറ്റി ഉണക്കിയിട്ട് പൊടിപ്പിച്ചത്. നമ്മളെ പൊടിപ്പിച്ച ഗോതമ്പൊടി ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ മാവ് നല്ലോണം കുഴച്ച പിന്നെ അതിന് ചെറിയ ഉണ്ടാക്കി വെച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന മുന്നേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ബേബിയെ പരത്തിയിട്ടാവും. അതിന് ഞാൻ എന്താക്കും, ചപ്പാത്തി പരത്തുന്ന മുമ്പ് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കും. ഞാൻ കൗണ്ടർ ടോപ്പിൽ തന്നെ ചപ്പാത്തി പരത്തൽ. കൗണ്ടർ ടോപ്പിൽ ചപ്പാത്തി പരത്തിയെങ്കിൽ നല്ല റൗണ്ടായിട്ട് തെളിപ്പായിട്ട് പരത്താനാവും. അങ്ങനെ ഞാൻ കൗണ്ടർ ടോപ്പിൽ നല്ല നീറ്റായിട്ട് തുടച്ച് ഇങ്ങനെ ഒരു ബോക്സിൽ ഗോതമ്പൊടി ഇട്ട് വെക്കും ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട്. ചപ്പാത്തി പരത്തിയിട്ടെല്ലാം ആയ പിന്നെ പൊടി ബാക്കിയുണ്ടെങ്കിൽ ഇതിനങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ എപ്പോഴെങ്കിൽ വേണ്ടിയപ്പോൾ ഇതിനെ യൂസ് ആക്കും. ചപ്പാത്തി നല്ല തെളിപ്പിൽ പരത്തിയിട്ടായ പിന്നെ ഒരു പ്ലേറ്റിലിടും. അങ്ങനെ ഒരു 5-6 ചപ്പാത്തി ആയ പിന്നെ ഓരോന്ന് തന്നെ ചുട്ടെടുക്കും. അങ്ങനെ ഞാൻ 5-6 ചപ്പാത്തി ആയ പിന്നെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ഓട് ചൂടാൻ വെച്ച് മറ്റേ സൈഡിൽ നൈറ്റ് ബീഫ് കറി ആക്കിയിട്ടുണ്ടായി അതിനെ തിളപ്പിക്കാൻ വെച്ച്. പിന്നെ ഞാൻ ചപ്പാത്തി ആക്കുന്ന മുമ്പ് തന്നെ വെജിറ്റബിൾസ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായി ഉച്ചക്ക് ലഞ്ചിന് വേണ്ടിയിട്ട്. അതിന് തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് അതിനെ തിളക്കാൻ വെച്ച്. അങ്ങനെ 3 സ്റ്റൗവിൽ ഓരോന്ന് വെച്ച് എന്നിട്ട് ഓരോന്നേ ചപ്പാത്തി ചുട്ടെടുത്ത്. ചപ്പാത്തി ഒരു സൈഡ് ചൂടായ പിന്നെ തിരിച്ചിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ നോക്കി നല്ല പാങ്ങിൽ പൊന്തി വരുന്നുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡിലേക്ക് ഓയിൽ ഒഴിച്ച് അങ്ങനെ 2 സൈഡ് തിരിച്ചിട്ടിട്ട് വേവിച്ച്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡിയായി. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാൻ ചുട്ടെടുത്ത്. ഇപ്പോൾ ബീഫ് കറി തളിച്ചിന് ഇനി അതിനെ കീച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വെള്ളം ചൂടാൻ വെച്ച്. ഇപ്പോൾ വെജിറ്റബിൾ കറിയും തളിച്ചിന് അതിനെ ഫ്ലെയിം ഓഫാക്കി. ഒരു സൈഡ് ചപ്പാത്തി ആക്കിയോണ്ട് തന്നെ കറി തിളപ്പിക്കലും വെള്ളം ചൂടാക്കാനെല്ലാം വെച്ച്. അങ്ങനെ ആക്കിയെങ്കിൽ വേഗം കുക്കിങ്ങിന് പണിയാവും. ഇപ്പോൾ മോന് മദ്രസയിൽ നിന്ന് വന്ന് അങ്ങനെ കുട്ടികൾക്ക് 2 ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ചപ്പാത്തിയും ബീഫ് കറിയും പിന്നെ കട്ടൻ ചായയും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് ബീഫ് കറി ഇട്ട് കൊടുക്കില്ല. ലഞ്ചെല്ലാം ഷെയർ ആക്കിയിട്ട് തിന്നുകൊണ്ട് ബീഫ് തിന്നാത്ത കുട്ടികളും ഉണ്ടാവും. അങ്ങനെ ഞാൻ രാവിലെ വെജിറ്റബിൾസ് കറി ആക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് കറി വേണ്ട ജാമ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചപ്പാത്തിക്ക് ജാം ഇട്ടിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ലഞ്ച് ബോക്സ് ഫില്ലാക്കിയ പിന്നെ അതിന് വാട്ടർ ബോട്ടിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി സ്നാക്സ്ക്ക് ബത്തക്ക ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തു. വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വന്ന പിന്നെ ചായക്ക് എണ്ണക്കടി തന്നെ തിന്നുന്നത് കൊണ്ട് ഞാൻ സ്നാക്സ്ക്ക് ജാസ്തി ഫ്രൂട്ട്സ് തന്നെ ഇട്ട് കൊടുക്കൽ. ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ മാത്രം എണ്ണക്കടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയായി പിന്നെ അതിനെ ലഞ്ച് ബാഗിലേക്ക് ഇട്ട് കൊടുത്ത്.
അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി പിന്നെ ഞാൻ മോളെ തല കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന്. കുട്ടികളെ റെഡിയാക്കുന്ന പണിയൊന്നും ഇല്ല, അവർ തന്നെ റെഡി ആയിക്കോളും. എനിക്ക് മോളെ തല കെട്ടി കൊടുക്കുന്നത് മാത്രമേ പണിയുണ്ടാവും. അങ്ങനെ മോളെ തല കെട്ടി കൊടുത്തിട്ടായി പിന്നെ കുട്ടികളെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കിയിട്ട് വന്ന് പിന്നെ ഞാനുമ്മ നാസ്റ്റാക്കി പിന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒത്തരാക്കിക്കൊണ്ട് വന്ന് കൗവാനുള്ള തുണിയെല്ലാം മെഷീനിലിട്ട് അങ്ങനെ അത് തിരുമ്പിക്കൊണ്ടുണ്ടാകുമ്പോൾ ഞാൻ ഉള്ളെല്ലാം അടിച്ച് വാരിയിട്ടായിട്ട് നിലെല്ലാം തുടച്ച് പിന്നെ ടോയ്ലറ്റ് ബാത്റൂമെല്ലാം എന്നിട്ട് അപ്പോഴേക്ക് മെഷീനിലുള്ള തുണിയെല്ലാം തിരുമ്പിയിട്ടായിട്ടുണ്ടായി. അതിനെല്ലാം ഉണങ്ങാനിട്ട് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്ന് നൈറ്റ് ബീഫ് കറി ആക്കിയതുണ്ടായി, അത് കുറച്ച് ബാക്കിയായിട്ടുണ്ടായി. അതിന് ഞാനിങ്ങനെ വറ്റിച്ചിട്ട് ഇങ്ങനെ വരട്ടിയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് അതിന് ചൂടാൻ വെച്ച് മറ്റേ സൈഡ് കുക്കറിൽ അരി കയറ്റി വെച്ച് ചോറിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ രാവിലെ വെജിറ്റബിൾ കറി ആക്കിയത് അതിനെ താളിച്ചിട്ടുണ്ടായിട്ടില്ല, അതിനെ തിളപ്പിക്കാൻ വെച്ച്. കുട്ടികൾ രാവിലെ ജാമൻ ഇട്ടിട്ട് കൊണ്ടുപോയത് കൊണ്ട് ഞാൻ കുട്ടികൾക്ക് ബോക്സിലൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല, പിന്നെ അതങ്ങനെ മൂടി വെച്ച് ഉച്ചയ്ക്ക് താളിക്കാമെന്ന്. അപ്പോൾ അതിന് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് ബീഫ് നല്ലോണം മിക്സാക്കിയ പിന്നെ ഫ്ലെയിം സിമ്മിലാക്കി വെച്ച് മറ്റേ സൈഡ് ഞാൻ ചട്ടി ചൂടായ പിന്നെ അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ജീരകം കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് നല്ലോണം മിക്സാക്കി. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് ഇങ്ങോട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ ഇതിനെ തിളപ്പിച്ച് വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിന് നല്ലോണം മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച്. ഇപ്പോൾ ബീഫ് നല്ലോണം വറ്റിന് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പില ചപ്പും ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നല്ലോണം ഡ്രൈ ആയിന് വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ നല്ല അതിൻ്റെ ഫ്ലേവറെല്ലാം ഉണ്ടാവും. കറിവേപ്പിലും വെളിച്ചെണ്ണയിൽ ഒഴിച്ച് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആക്കി നോക്കി. അങ്ങനെ കുക്കിംഗ് എല്ലാം ആയ പിന്നെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന് ചോറ് വെച്ചിട്ടായ പിന്നെ പാത്രമെല്ലാം കയറ്റി വെച്ചിട്ട് കുറച്ച് സ്റ്റിച്ചിങ് ആക്കാനുണ്ടായി. അങ്ങനെ തുണിയെല്ലാം തുന്നിട്ടാകുമ്പോൾക്ക് വൈകുന്നേരമായി. പിന്നെ കുട്ടികളെ സ്കൂളിൽ നിന്ന് കൂട്ടിയോ വന്നിട്ട് നിസ്കരിച്ചിട്ടായ പിന്നെ ഞാൻ കുട്ടികൾക്ക് ചായക്ക് വേണ്ടിയിട്ട് അവല് കുഴക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്ന് അവല് കുഴക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ തേങ്ങ ചിരണ്ടിയിട്ടിട്ട് എനിക്ക് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി. തേങ്ങയും പഞ്ചാരയും നല്ലോണം മിക്സായ പിന്നെ എനിക്ക് അവലിട്ടിട്ട് അതിനെ മിക്സാക്കി. സ്കൂൾ വിട്ടിട്ട് വന്നപാട് മോള് കുളിക്കാൻ പോകും. അവൾ കുളിച്ചിട്ടാകുമ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചായക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കുമോ അപ്പോഴേക്ക് അവൾ കുളിച്ചിട്ടാവും. പിന്നെ കുളിച്ച് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം കളിക്കുമോ അപ്പോഴേക്ക് മദ്രസക്ക് പോകാനുള്ള ടൈമാവും. ഇപ്പോൾ കുട്ടികളെ കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ 4 ആൾ ചായ കുടിച്ച് കട്ടൻ ചായയും അവലും അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ടായ പിന്നെ ഉള്ളെല്ലാം അടിച്ച് വാരി പാത്രമെല്ലാം കയറ്റാകുമ്പോൾ മോളെ മദ്രസക്ക് കൊണ്ടാക്കാനുള്ള സമയമാവും. അങ്ങനെ മോളെ മദ്രസയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്ന് പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് കുറച്ച് നേരം ഓതും. പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് കുറച്ച് സ്കൂളത്തേക്കും മദ്രസയിലെല്ലാം കുറച്ച് പഠിപ്പിച്ച് കൊടുക്കും. അപ്പോൾ 9 മണിയാവും. പിന്നെ ഞാൻ നിസ്കരിച്ച് അപ്പോൾ മോള് വന്നിട്ട് ചോറ് വേണ്ട എന്തെങ്കിലും അപ്പാക്കിത്താന്ന് പറഞ്ഞ് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മാവുണ്ടായി. അങ്ങനെ ഞാനൊരു പാന് ചൂടാൻ വെച്ച് പാൻ ചൂടായി പിന്നെ എനിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയത് അതിട്ട് കൊടുത്ത് എന്നിട്ട് ആ മാവിന് അങ്ങനെ കലത്തപ്പം പോലെ ഒഴിച്ച് കൊടുത്ത്. ഇനി ഇതിന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. മറ്റേ സൈഡ് കറി ചൂടാൻ വെച്ചിന് ഇപ്പോൾ 10 മിനിറ്റ് ആയിന് ഒരു സൈഡ് നല്ല പാങ്ങിൽ കാഞ്ഞിന് അതിന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട പിന്നെ ഇങ്ങനെ 4ആയിട്ട് കട്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം പാങ്ങ് വെന്തിട്ടുണ്ടാവും. അങ്ങനെ കലത്തപ്പെല്ലാം വെന്ത പിന്നെ ഞാനും ഉമ്മയും കുട്ടികളെല്ലാം ഡിന്നർ കഴിച്ചിട്ട് കിടന്നുറങ്ങി.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ആൾ എന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.